തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്ന സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസെടുത്തു. ബിന്ദുവിനെതിരെ പരാതി നൽകിയ ഓമന ഡാനിയൽ, മകൾ നിഷ, കസ്റ്റഡിയിലെടുത്ത SI പ്രസാദ്, ASI പ്രസന്നൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പേരൂർക്കടയിൽ നിന്ന് ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ്. പേരൂർക്കടയിൽ ഉണ്ടായ ഈ സംഭവം വലിയ വിവാദമായിരുന്നു, ഇപ്പോൾ നടപടിയായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. കേരളത്തിനാകെ നാണക്കേടുണ്ടായ ഒരു സംഭവമാണ് ഈ പേരൂർക്കട വ്യാജ മാലമോഷണ കേസ്. അതിൽ നമുക്കറിയാം, അതിലിരയായിട്ടുള്ള ബിന്ദു പിന്നീട് നടത്തിയ നിയമയുദ്ധങ്ങൾ, ആ നിയമയുദ്ധങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ഈ ബിന്ദു ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഓമന ഡാനിയൽ, മകൾ നിഷ, ഈ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത SI പ്രസാദ്, ASI പ്രസന്നൻ എന്നിവരെ പ്രതിയാക്കിയാണ് അവസാനം നിയമയുദ്ധത്തിനൊടുവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് 20 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാനസികമായി പീഡിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഇതിപ്പോൾ പീഡനത്തിന്, മാനസിക പീഡനത്തിന് ഇരയായ ബിന്ദു തന്നെ സംസാരിക്കുന്നു. ഒടുവിൽ അവസാനം ഈ ഒരു വഴി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും വഴി കിട്ടി. എനിക്ക് ഇത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യുക, ഈ ഓമനാടേനെ മകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അതിനുശേഷം ഈ പ്രസാദിനെ അറസ്റ്റ് ചെയ്യുക. ഈ 4 പേരെ അറസ്റ്റ് ചെയ്ത് കാണണം. എനിക്ക് അത്രയേ ഉള്ളൂ. വലിയ സങ്കടം ഉണ്ടാക്കിയൊരു സംഭവമാണല്ലോ. മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. എല്ലാവർക്കും കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക്, പട്ടികജാതി കമ്മീഷൻ ഓഫീസർക്ക്, DGP എല്ലാവർക്കും പരാതി കൊടുത്തു. അതിൻ്റെ ഫലം അതിനുശേഷം എല്ലാം എനിക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഈ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അന്വേഷണം പൂർത്തിയായല്ലോ. അന്വേഷണം പൂർത്തിയായി. അവർ ഒരാഴ്ചത്തെ സാവകാശം കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പേപ്പറൊന്നും ശരിയായി തന്നിട്ടില്ല. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പേപ്പർ തരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കേസെടുത്തു. മെയ് 13-നാണ് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 20 മണിക്കൂർ വെള്ളം പോലും തരാതെ. ഏപ്രിൽ 23-നാണ് സംഭവം ഉണ്ടായത്. വെള്ളവും തന്നിട്ടില്ല, ആഹാരവും തന്നിട്ടില്ല. അതിനുശേഷം ഈ പിന്നീടുള്ള വന്ന പോലീസുകാരുടെയൊക്കെ പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? അതിനുശേഷം പോലീസുമാർ ഒരു ദയ്യം കാണിച്ചിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ദയ്യം എനിക്കറിയില്ലല്ലോ. പോലീസ് എങ്ങനെയാണ് പെരുമാറിനെ കുറിച്ച് എനിക്കറിയില്ല. ഇപ്പം സർക്കാരിലും പോലീസിലൊക്കെ വിശ്വാസമുണ്ടോ? തീർച്ചയായും വിശ്വാസമുണ്ട്. തീർച്ചയായും എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് നീതി കിട്ടും. അതാണ്. അതായത് നമുക്ക് ബിന്ദുവിൻ്റെ അനുഭവം അറിയാം. വീട്ടുജോലിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പനവൂർ അല്ലെങ്കിൽ ചുള്ളിമാനൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നഗരത്തിലേക്ക്, പേരൂർക്കടയിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് ആ ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കവേ അവിടെ വെച്ച് മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാനസികമായി പീഡിപ്പിച്ചത്. വലിയ മാനസിക പീഡനം. 20 മണിക്കൂർ രാത്രിയും പകലും ഒക്കെ ഇരുത്തി ചോദ്യം ചെയ്യൽ, അതിനപ്പുറത്തേക്ക് വെള്ളം ചോദിച്ചപ്പോൾ ഒരു പോലീസുകാരനും ഒരാളോടും പെരുമാറാത്ത രീതിയിൽ ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആ നിയമയുദ്ധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ പേരൂർക്കട പോലീസ് ഓമന ഡാനിയൽ, മകൾ നിഷ, 2 പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. സമാന്തരമായി മറ്റൊരു അന്വേഷണം കൂടി പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടും ഉടൻ സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.